നമസ്കാരം, എല്ലാവർക്കും HRDC ഓൺലൈൻ PSC എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കെമിസ്ട്രിയുടെ പാർട്ട് 2 ഇത് നിൽക്കുകയാണ്. ഒന്നാമത്തെ പാട്ട് നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ പാട്ട് കാണാത്തവർ ഒന്നാമത്തെ പാട്ട് എന്ത് ചെയ്യുക, കണ്ടിട്ട് രണ്ടാമത്തെ പാട്ടിലോട്ട് വരിക. അപ്പോൾ ഒന്നാമത്തെ പാട്ടിൽ നമ്മൾ ചർച്ച ചെയ്ത് എന്താണ്, ആറ്റം മോഡലിനെയും പറ്റിയാണ്. അപ്പോൾ നമ്മൾ നല്ല ഡീപ്പായിട്ട് അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിൽ ഇനി എവിടെ നിന്ന് ചോദ്യം ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ പാർട്ട് ആറ്റത്തിലെ പ്രധാന മൗലിക കണങ്ങളെ പറ്റിയാണ്. ഓക്കെ, നോക്കാം, ഡയറക്റ്റായിട്ട് നോക്കാം. മൗലിക കണങ്ങൾ, ആറ്റത്തിലെ മൗലിക കണങ്ങൾ: ഒന്ന് പ്രോട്ടോൺ, രണ്ടാമത്തേത് ഇലക്ട്രോൺ, മൂന്നാമത്തേത് ന്യൂട്രോൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ മൂന്നിൻ്റെയും ചാർജുകളാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. സിമ്പിളാണ്, എളുപ്പമാണ്, എല്ലാവർക്കും അറിയാം. ഇനി നമ്മൾ പഠിച്ചൊരു കോഡ് പെൻ RTC, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. അപ്പോൾ കിട്ടാത്തവരത് പഠിക്കുക. പെൻ RTC: പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. റുദർഫോർഡ്, തോംസൺ, ചാഡ്വിക്ക്, ഇത് കണ്ടുപിടിച്ചവരുടെ പേരാണ്. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്ത PSC പഠിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. അപ്പോൾ ഇനിയും ഇത് അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് പഠിക്കുക. പെൻ RTC, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. റുദർഫോർഡ്, തോംസൺ, ചാഡ്വിക്ക്, ഇത് കണ്ടുപിടിച്ച ആൾക്കാരാണ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റായിട്ട് ഓരോന്നായിട്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നോക്കി പോകാം. പ്രോട്ടോൺ എന്താണ്, ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് ആര്, പ്രോട്ടോൺ. ഓക്കെ, കണ്ടുപിടിച്ച ആരാണ്, ഏണസ്റ്റ് റുദർഫോർഡ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഏണസ്റ്റ് റുദർഫോർഡ് നമ്മൾ കാണാതെ പഠിച്ച പേരാണ്. എന്നാൽ അവിടെ നമ്മൾ മറ്റൊരാളെ കൂടെ അറിഞ്ഞു വെച്ചിരിക്കണം, ഡാനിയൽ റുദർഫോർഡാണ് നൈട്രജൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനി അത് അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയെടുത്ത് പഠിക്കുക, തിരിഞ്ഞു പോകരുത്. ഇത് ഏണസ്റ്റ് റുദർഫോർഡാണ്. അതാരാണ്, ഡാനിയൽ റുദർഫോർഡാണ്. ഓക്കെ, അടുത്ത് മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻറ്റ് എന്നിങ്ങനെയെല്ലാം എന്തൊക്കെയാണ്, ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻറ്റ്. ഇത് ഒരുപാട് തവണ ചോദിച്ചതാണ്. ഐഡൻറ്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത് എന്താണ്, ഏത് കണമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്, പ്രോട്ടോൺ ആണ്. ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്, പ്രോട്ടോണിനെയാണ്. അടുത്ത ആളിലോട്ട് പോകും, ഇലക്ട്രോൺ. ഒരു ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. കണ്ടുപിടിച്ച ആരാണ്, JJ തോംസൺ ആണ്. പെൻ RTCയിലെ T. ഓക്കെ, JJ തോംസൺ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചിലപ്പോൾ ഇനി ചോദിക്കാം. ഇനി പക്ഷേ അങ്ങനത്തെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഏത് പരീക്ഷണത്തിലൂടെയാണ് JJ തോംസൺ ഈ ഇന്ന വർഷം എന്ത് കണ്ടുപിടിച്ചത്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, ചോദിക്കാം. ഏത് പരീക്ഷണം, ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഓക്കെ, ഏത് പരീക്ഷണം, ഓയിൽ ഡ്രോപ്പ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. അതും ഇതുപോലെ ചോദിക്കാം, ഏത് പരീക്ഷണത്തിലൂടെയായിരുന്നു അതിൻ്റെ കണ്ടുപിടുത്തമെന്ന്, ന്യൂക്ലിയസിൻ്റെ കണ്ടുപിടുത്തമെന്ന് എന്ത് ചെയ്യാം, നമ്മളടുത്ത് ചോദിക്കാം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയ വ്യക്തി ആരാണ്, മില്ലിക്കണാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് ആരാണ്, മില്ലിക്കണാണ്. ഓക്കെ, നാലാമത്തെ പോയിന്റ്. ലോഹങ്ങളുടെ ചാലകത, പദാർത്ഥത്തിലെ രാസ സ്വഭാവം എന്നിവ നിർണ്ണയിക്കുന്നത് ഇലക്ട്രോണാണ്. ലോഹങ്ങളുടെ ചാലകത, പദാർത്ഥത്തിലെ രാസ സ്വഭാവം എന്നിവ നിർണ്ണയിക്കുന്ന ആരാണ്, ഇലക്ട്രോണാണ്. അപ്പോൾ നമ്മൾ ചോദിക്കാം, ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്ന പദാർത്ഥത്തിലെ അല്ലെങ്കിൽ ഒരു സാധനത്തിലെ ഇതെന്താണ്, അതിൻ്റെ അടിസ്ഥാന കണം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്, ഇലക്ട്രോണാണ്. അപ്പോൾ അത് തിരിഞ്ഞു പോകാതെ എന്ത് ചെയ്യുക, പഠിക്കുക. അടുത്തതിലോട്ട് പോവാം, ന്യൂട്രോൺ. ഓക്കെ, ന്യൂട്രോണിൻ്റെ ചാർജ് നമുക്കറിയാം എന്താണ്, ചാർജില്ലാത്ത കണമാണ്. ആറ്റത്തിൽ ചാർജില്ലാത്ത കണമാണ് ന്യൂട്രോൺ. കണ്ടുപിടിച്ച ആരാണ്, ജെയിംസ് ചാഡ്വിക്ക് ആണ്. ഒരാറ്റത്തിൽ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ആരാണ്, ന്യൂട്രോൺ ആണ്. ഓക്കെ, ചാർജ് ഇല്ലെന്ന് പറഞ്ഞാൽ അവന് എന്തില്ലെന്നല്ല, ഭാരം ഇല്ലെന്നല്ല, ഉള്ളതിൽ ഏറ്റവും ഭാരമുള്ള കക്ഷി ആര്, ന്യൂട്രോൺ. ഓക്കെ, ചാർജ് കൂടുതൽ ആർക്കാണ്, ന്യൂട്രോൺ ആണ്. അപ്പം അത് എന്ത് ചെയ്യുക, തിരിഞ്ഞു പോകാതെ പഠിക്കുക. ചാർജ് കൂടിയ ആളാണ് ആര്, ന്യൂട്രോൺ. ഓക്കെ അല്ലേ, അടുത്തലോട്ട് പോവാം. നോക്കിയേ, ഭാരം. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് ഭാരം. ഈ ഭാരം പലതവണ എന്ത് ചെയ്തിട്ടുണ്ട്, PSC ചോദിച്ചിട്ടുണ്ട്. PSCക്ക് മുകളിലെ ലെവലിൽ എന്ന് വെച്ചാൽ ഡിഗ്രി ലെവലുള്ള എക്സാംസിന് അല്ലെങ്കിൽ SSC ABS ആയിട്ട് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മളിതിൽ ചിന്തിക്കാനുള്ള കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. കുറച്ച് നമ്പറുകൾ തന്നിട്ട് × 10⁻⁴ എത്രയോ കിലോ. ഓക്കെ, നമ്മളെ കാൽക്കുലേഷനാണ്. ഏതൊരു നമ്പർ തന്നിട്ട് × 10⁻⁴ എത്രയോ കിലോയുടെ മുകളിൽ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അത് നമുക്കറിയാം. കാരണം ഇത് അത്രയും ചെറിയ കണുകയാണ്. അപ്പോൾ എത്രയോ കിലോ എന്ന് പറഞ്ഞിട്ട് അവിടെ പോസിറ്റീവ് നമ്പർ ⁻² എന്ന് പറഞ്ഞ് എന്ത് ചെയ്യത്തില്ല, തരത്തില്ല. ഓക്കെ അല്ലേ, ഞാൻ ഒന്നിൻ്റെ ഞാൻ എഴുതാൻ നോക്കി. 1 പ്രോട്ടോണിൻ്റെയാണ് ഞാൻ അതിൽ എഴുതാൻ പോണത്. 1.672 × 10⁻⁻27 കിലോയാണ്. ഓക്കെ, kg ആണ്. ഇനി നോക്കിയാൽ അവിടെ നിന്ന് ഞാൻ നേരെ ആരിലോട്ട് വരെയാണ്, ന്യൂട്രോണിലോട്ട് വരെയാണ്. ആരിലോട്ട് വരെയാണ്,
ന്യൂട്രോണിലോട്ട് വരണം. നോക്കിയേ 1.674. ചിലതിൽ 676 എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ 2ഉം 4ഉം ആണ്. 2ഉം 4 അതങ്ങ് തിരിച്ച് പഠിച്ചാൽ മതി. ഇൻറ്റു അവിടെ ഇട്ടിട്ടുണ്ട്. -27 ആണ്. നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. പഠിക്കാൻ എന്താണ് കുറച്ചുകൂടെ എളുപ്പമാണ്. എന്താണ് ഈ രണ്ട് സാധനങ്ങളിൽ നിന്ന് നമുക്ക് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. പ്രോട്ടോണിൻ്റെ 2 ആണെങ്കിൽ ന്യൂട്രോണിൻ്റെ 4 ആയിരിക്കും. കാരണം ഏറ്റവും വലുതാരാ? ന്യൂട്രോണാ. അങ്ങനെ പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തില്ല, തിരിയത്തില്ല. അപ്പോൾ രണ്ടിനും -27 ഉണ്ട്. ഇവിടെ ആണെങ്കിലോ, ആടെ നമ്മുടെ ഇലക്ട്രോണിൻ്റെ ആണെങ്കിലോ 9.109 ഇൻറ്റു 10⁻⁻31 ആണ്. -31 എന്ന് പറയുമ്പോൾ അത്രയും ചെറുതെന്നാണ് അതിൻ്റെ അർത്ഥം. ഭാരം ഏറ്റവും കുറഞ്ഞത് ആരാണ്? ഇലക്ട്രോൺ ആണ്. ഓക്കെ, -31 എന്ന് പറയുമ്പോൾ അത്രയും ചെറുതാണ്. അപ്പോൾ ഏറ്റവും ചെറുത് ഇലക്ട്രോൺ ആണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഭാരം നമുക്ക് ഊഹിക്കാന്നുള്ളേ ഉള്ളൂ. മുകളിൽ ആര് കാണും? ഒരു -31 കാണുമെന്ന് ഊഹിക്കുക. ഓക്കെ, ഏറ്റവും ചെറുത് ഇലക്ട്രോൺ ആകുമ്പോൾ അതിൻ്റെ മുകളിൽ ആരുണ്ട്? -31 ആണെന്ന് ഊഹിക്കുക. ബാക്കി പ്രോട്ടോണിനും ന്യൂട്രോണിനും -27 ടോപ്പിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. -27 ഉള്ളതിൽ ഏറ്റവും വെയിറ്റ് കൂടിയതാരാ? ന്യൂട്രോണിനാണ്. അപ്പോൾ അതിനായിരിക്കും എന്തുള്ളത്? 1.674 ഉള്ളത്. 4 അല്ലെങ്കിൽ ചിലതിൽ 6 എന്ന് കാണിക്കും. 6 കഴിഞ്ഞിട്ട് ചില പോയിന്റുകൾ തരും. പ്രോട്ടോണിനാണെങ്കിൽ ആരെ കാണുള്ളൂ? 2 കാണുള്ളൂ. ഇത് മാത്രം ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും, കിട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കിട്ടാത്തവർ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് വ്യക്തമായിട്ട് പഠിച്ച് തന്നെ എന്ത് ചെയ്യുക, പോവുക. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇതിൽ നമുക്കിത് കാണാൻ പഠിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ഈ ഒരു കണ്ടീഷൻ മനസ്സിലാക്കി നമുക്ക് എളുപ്പം കിട്ടാമെന്നുള്ളതേ ഉള്ളൂ. അടുത്ത കാര്യത്തിലോട്ട് പോകാം. മൗലിക കണങ്ങൾക്ക് പുറമെ ആറ്റത്തിൽ മറ്റ് സൂക്ഷ്മ കണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, മൗലിക കണങ്ങൾക്ക് പുറമെ ആറ്റത്തിൽ ഒരുപാട് സൂക്ഷ്മ കണങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സൂക്ഷ്മ കണങ്ങൾ ശ്രദ്ധിക്കുക. പോസിട്രോൺ, ആൻറ്റി പ്രോട്ടോൺ, ആൻറ്റി ന്യൂട്രോൺ. ഇതൊക്കെ ഇനി എന്ത് ചെയ്യാം, ചോദിക്കാം. പോസിട്രോൺ, ആൻറ്റി പ്രോട്ടോൺ, ആൻറ്റി ന്യൂട്രോൺ. ഓക്കെ, പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് പോൾ ഡിറാക്ക്. ഓക്കെ, പോൾ ഡിറാക്ക് ഈ ദൈവഗണം ഹിഗ്സ് ബോസോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് പോൾ ഡിറാക്കിൻ്റെ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അത് നിങ്ങൾ കണ്ടെത്തി പഠിക്കുക. ഓക്കെ, അത് കിട്ടാത്തവർക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ ക്ലാസ് ഇട്ടതിന് ശേഷം ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഇടാം. അപ്പം നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടുമോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ ഓർത്തെടുത്ത് നോക്കുക. ഓക്കെ, പോസിട്രോൺ ഉൾപ്പെടെയുള്ള ആൻറ്റി പാർട്ടിക്കിളുകളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? പോൾ ഡിറാക്ക്. ഓക്കെ, ഇലക്ട്രോണിൻ്റെ അതേ മാസ് ഉള്ളതും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം പോസിട്രോൺ ആരെ പോലെയാണ്, പ്രോട്ടോൺ ആരെ പോലെയാണ്, ന്യൂട്രോൺ ആരെ പോലെയാണ്. അപ്പം ഈ ആൻറ്റി ന്യൂട്രോൺ എന്ന് പറയുന്നത് ആരെ പോലെ ആയിരിക്കും? ന്യൂട്രോണിനെ പോലെ ആയിരിക്കും. പക്ഷേ ആൻറ്റി എന്ന് പറയുമ്പോൾ ന്യൂട്രോണിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തൊരു സാധനം ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, പ്രോട്ടോൺ, ആൻറ്റി പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ആരെ പോലെ ആയിരിക്കും? പ്രോട്ടോണിനെ പോലെ ആയിരിക്കും. പക്ഷേ ആൻറ്റി എന്ന് കിടപ്പുണ്ട്. പ്രോട്ടോണിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തൊരു സാധനം ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഇന്ന ആരേ ഉള്ളൂ? പ്രോട്ടോണുമായി ന്യൂട്രോണോ, ഇന്ന ആരുണ്ട്? ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ ഈ പോസിട്രോൺ ആരെ പോലെ ആയിരിക്കും? ഇലക്ട്രോണിനെ പോലെ ആയിരിക്കും. പക്ഷേ ഇലക്ട്രോണിൻ്റെ ഓപ്പോസിറ്റ് എന്തെങ്കിലും ഒരു സാധനം ഇവിടെ എന്ത് ചെയ്യും, കാണും. പക്ഷേ അവിടെ ആൻറ്റി എന്നുള്ളൊരു വാക്കില്ല എന്നുണ്ടേ ഉള്ളൂ. പക്ഷേ അവിടെ എന്തെങ്കിലും ഒരു സാധനം ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കാണുമെന്ന് ഈ താഴത്തെ രണ്ടെണ്ണത്തിൻ്റെ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകൂടെ ആ കാര്യങ്ങൾ ഞാൻ പറയുന്നു. നമ്മൾ ആ പേരുകൾ എന്ത് ചെയ്യുന്നു, നോക്കുന്നു. അത് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നു. നമ്മൾ പഠിച്ച കണങ്ങളിനകത്തുള്ള കണങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ന്യൂട്രോൺ പഠിച്ചു, ആൻറ്റി ന്യൂട്രോൺ ഉണ്ട്. അപ്പോൾ ഇത് ന്യൂട്രോൺ പോലത്തെ എന്തോ സാധനമാണ്, പക്ഷേ ന്യൂട്രോണിൻ്റെ ഓപ്പോസിറ്റ് സംഭവമാണ്. അതാണ് ആൻറ്റി കിടക്കുന്നത്. പ്രോട്ടോൺ പഠിച്ചു. അപ്പോൾ ഇത് പ്രോട്ടോണിൻ്റെ എന്തൊരു സംഭവമാണ്, പക്ഷേ ആൻറ്റി ഉണ്ട്. പ്രോട്ടോണുമായിട്ട് ബന്ധമുണ്ട്, പക്ഷേ പ്രോട്ടോണിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തൊരു സംഭവം അവിടെ ഉണ്ട്. പിന്നെ ആരുണ്ട്? ഇലക്ട്രോണാണ് ഇവിടെ പറയാനുള്ളത്. ഇലക്ട്രോണിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തൊരു സംഭവമുണ്ട്. അപ്പോൾ ഇനി ഇത് എന്താണ് ഓരോന്നൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പോസിട്രോൺ കണ്ടെത്തിയത് ആരാണ്? കാൾ ആൻഡേഴ്സൺ ആണ്. കാൾ ആൻഡേഴ്സൺ ആണ് ആര് കണ്ടെത്തിയത്, എന്ത് കണ്ടെത്തിയത്? പോസിട്രോൺ കണ്ടെത്തിയത്. പോസിട്രോൺ കണ്ടെത്തിയ ആരാണ്? കാൾ ആൻഡേഴ്സൺ ആണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ബന്ധം നോക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ, പോസിട്രോണിന് ഇലക്ട്രോണായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്, എന്തോ ഒരു ഓപ്പോസിറ്റ് പരിപാടിയുണ്ട്. ബന്ധം എന്താണ്? പോസിട്രോണിൻ്റെ മാസും ഇലക്ട്രോണിൻ്റെ മാസും എന്താണ്? സെയിം ആണ്. ഇവരുടെ വെയിറ്റുകൾ അല്ലെങ്കിൽ മാസുകൾ, പിണ്ഡങ്ങൾ എന്താണ്? സെയിം ആണ്. വെയിറ്റ് എന്ന് പറയണ്ട, പിണ്ഡങ്ങൾ എന്താണ്? സെയിം ആണ്. ഓക്കെ, പോസിട്രോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ അല്ലെങ്കിൽ പിണ്ഡങ്ങൾ എന്താണ്? സെയിം ആണ്. ചിലപ്പോൾ ചോദിക്കാം, എന്താണ് ഇലക്ട്രോണിൻ്റെ അതേ മാസുള്ള ആറ്റത്തിലെ സൂക്ഷ്മകണിക ഏതെന്ന് എന്ത് ചെയ്യാം, ചോദിക്കാം. ഉത്തരം ഏതാണ്? പോസിട്രോൺ ആണ്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഓപ്പോസിറ്റ് പരിപാടിയും കൂടെ അവിടെ കാണുന്നു. എന്താണ്? ഇലക്ട്രോണിൻ്റെ ചാർജ് ഏതാണ്? നെഗറ്റീവാണ്. പക്ഷേ പോസിട്രോണിൻ്റെ ചാർജ് ഏതാണ്? പോസിറ്റീവാണ്. അതാണ് അവിടുത്തെ ഓപ്പോസിറ്റ് പരിപാടി. ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പോസിട്രോണിൻ്റെ ചാർജ്. ഓക്കെ അല്ലേ? അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കളർ ചേഞ്ചിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പോയിന്റ് നമ്പർ 4, പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. ഓക്കെ, ഈ പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൻ്റെ അകത്തുള്ള മെറ്റബോളിസം നടക്കുന്ന ടൈമിൽ നമ്മളെ ഇമേജ് നമുക്ക് എന്ത് പറയാം,
ഇമേജിങ് എന്നൊക്കെ പറയാം, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഫോട്ടോസൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി, ഓക്കെ, ഫോട്ടോസും ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പോസിട്രോൺ എമിഷൻ ടെക്നോളജി അല്ലെങ്കിൽ ടോമോഗ്രഫി. പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി, ഇതിനെ നമുക്ക് ഷോർട്ട് ഫോമിൽ എന്തെന്ന് പറയാം, PET എന്ന് പറയാം. ഓക്കെ, അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐസോടോപ്പ് എന്ന് ചോദിക്കാം. ഏതാണ്? കാർബൺ-14 ആണ്. ഓക്കെ, പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ഈ ഒരു പോസിട്രോൺ എന്നുള്ള ചെറിയ കണികം ബേസ് ചെയ്താണ് നടക്കുന്നത്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് കാർബൺ-11. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ആന്തരിക ഭാഗങ്ങളിലെ മെറ്റബോളിസം ഒക്കെ നടക്കുമ്പോൾ, എന്താണ് ദഹനം പോലുള്ള പ്രക്രിയകളൊക്കെ നടക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മളിപ്പോൾ ഇന്നർ സ്കാനിങ് ഒക്കെ ചെയ്യൂലേ, അതുപോലെ നമ്മുടെ ചിത്രങ്ങൾ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്ന ആ ഒരു സെറ്റപ്പിന് വേണ്ടിയാണ് ഈ പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, അത് നല്ലൊരു പോയിന്റാണ്. ആൻറ്റി പ്രോട്ടോൺ, കണ്ട പ്രോട്ടോൺ പോലുള്ള എന്തോ ആണ്, പക്ഷേ ആൻറ്റി ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റാണ്. നോക്കാം. മാസ് പ്രോട്ടോൺ, കണ്ട മാസ് ഈക്വൽ ടു പ്രോട്ടോൺ എന്ന് വെച്ചാൽ എന്താണ്? പ്രോട്ടോണിൻ്റെ അതേ മാസാണ് എന്നാണ് അർത്ഥം. മാസ് ഈക്വൽ ടു പ്രോട്ടോൺ എന്ന് വെച്ചാൽ എന്താണ്? പ്രോട്ടോണിൻ്റെ അതേ എന്താണ് മാസാണ് ഈ പറഞ്ഞ പുള്ളിക്കാരനും ഉള്ളത്. ഓക്കെ, പ്രോട്ടോണിൻ്റെ മാസ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ തന്നെ ഒരു കണക്ഷൻ കിട്ടി. എന്താണ്? ആ പേരിൽ നിന്ന് തന്നെ അതിൻ്റെ അതേ മാസമുള്ള സാധനം നമുക്ക് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. പക്ഷേ പ്രോട്ടോണിൻ്റെ ചാർജ് ചെയ്താൽ നേരത്തെ പോലെ നമുക്ക് പറയാം ഇലക്ട്രോണിൻ്റെ ചാർജ് നേരത്തെ പോസിറ്റീവായിരുന്നു, പക്ഷേ പോസിട്രോണിൻ്റെ വന്നപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്, പോസിട്രോണിൻ്റെ ചാർജ് വന്നപ്പോൾ അതാരായി, പോസിറ്റീവായി. ഇവിടെ നമുക്ക് സാധാരണ നമ്മളെ പ്രോട്ടോണിൻ്റെ ചാർജ് ചെയ്താൽ പോസിറ്റീവാണ്, പക്ഷേ ആൻറ്റി പ്രോട്ടോണിൻ്റെ ചാർജ് അതിൻ്റെ ഓപ്പോസിറ്റ് ആരാ, നെഗറ്റീവാണ്. ഓക്കെ അല്ലേ? നമുക്ക് മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായില്ല? ആ ഒരു ക്ലച്ച് കിട്ടിയില്ല, ഒരു കണക്ഷൻ കിട്ടിയില്ല, എത്രയേ ഉള്ളൂ. മാസുകൾ തമ്മിൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും, പക്ഷേ ചാർജുകൾ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ അല്ലേ? ഇനി ഇത് കണ്ടെത്തിയ വ്യക്തികൾ പഠിക്കുക. ചെമ്പർലൈനും സെഗ്രേ ഇന്നുമാണ്. ചെമ്പർലൈനും സെഗ്രേ ഇന്നും അങ്ങനെ രണ്ട് വ്യക്തികളാണ് എന്ത് കണ്ടുപിടിച്ചത്, ആൻറ്റി പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ആരാണ് കണ്ടുപിടിച്ചത്? ആൻറ്റി പ്രോട്ടോണിനെ എന്ത് ചെയ്തത്, കണ്ടുപിടിച്ചത്. ഓക്കെ, ലാസ്റ്റത്തെ അവസാനത്തെ ആളാണ് ആൻറ്റി ന്യൂട്രോൺ. ഇവിടെ മാസ് സെയിം എന്ന് പറയാനോ ഓപ്പോസിറ്റ് എന്ന് പറയാനോ ഒരു സംഭവങ്ങളോ അതിൻ്റെ അകത്ത് ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ കാര്യമുള്ളൂ, ബ്രൂസ് കോർക്കാണ് ആൻറ്റി ന്യൂട്രോൺ എന്ത് ചെയ്തത്, കണ്ടുപിടിച്ചത്. ന്യൂട്രോണിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഓപ്പോസിറ്റ് ചാർജുള്ളൊരു കണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വേറെ പരിപാടി ഉണ്ടോ അവിടെ? ഇല്ല. അതുകൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് ഒന്നും അതിനകത്ത് വരാത്തത്. ആൻറ്റി ന്യൂട്രോണായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആരെ മാത്രം പഠിച്ചാൽ മതി, ബ്രൂസ് കോർക്കിനെ മാത്രം എന്ത് ചെയ്താൽ മതിയാവും, പഠിച്ചാൽ മതിയാവും. കണ്ടെത്തിയ വ്യക്തിയാണ്. ഓക്കെ, അടുത്തിലോട്ട് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് എങ്ങനെയെങ്കിലും നിങ്ങൾ എന്താണ് തിരിഞ്ഞു പോകാതെ പഠിച്ച് വച്ചേ പറ്റൂ. എല്ലാവർക്കും തിരിഞ്ഞു പോകുന്ന കാര്യമാണ് മാസ് നമ്പരും അറ്റോമിക് നമ്പരും. എല്ലാവർക്കും എപ്പോഴും തിരിഞ്ഞു പോകുന്ന കാര്യമാണ് മാസ് നമ്പർ അറ്റോമിക് നമ്പരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. ഓക്കെ, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ആകെ എണ്ണത്തെ മാസ് നമ്പർ എന്ന് പറയുന്നു. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് ആരെന്ന് പറയുന്നത്, മാസ് നമ്പർ എന്ന് പറയുന്നത്. ആരെന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയും. ഈ മാസ് നമ്പറെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് എ. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് എന്തുണ്ടോ, പ്രയാസമുണ്ടോ? വേണ്ട, പ്രയാസമൊന്നും വേണ്ട. നമുക്ക് അതിന് വേറൊരു രീതിയിൽ നമുക്ക് പഠിക്കാം. താഴത്തെ കാര്യം നോക്കിയേ. നമുക്കറിയാം മാസ് നമ്പരും ഉണ്ട്, പിന്നെ ആരും ഉണ്ട്, അറ്റോമിക് നമ്പരും ഉണ്ടല്ലേ. ഒരാറ്റത്തിലൂടെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ അതിൻ്റെ എന്തെന്ന് പറയുന്നു, അറ്റോമിക് നമ്പർ. അപ്പോൾ പ്രോട്ടോൺ മാത്രം ഉണ്ടെങ്കിൽ, പ്രോട്ടോണിൻ്റെ മാത്രം എണ്ണമാണെങ്കിൽ അതിനെ അറ്റോമിക് നമ്പർ എന്ന് പറയും. എന്തെന്ന് പറയുന്നു, അറ്റോമിക് നമ്പർ. കണ്ട, അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ തുടങ്ങുമ്പോൾ ഏതാണ്, ഏത് അക്ഷരമാണ്, എ എന്നുള്ള ലെറ്ററാണ്. പക്ഷേ അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആൾ ആരാ, ഇസഡ്. അറ്റോമിക് നമ്പറിനെ ഇസഡ് കൊണ്ടും എന്നാൽ മാസ് നമ്പറിനെ എ കൊണ്ടും എന്ത് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ മാസ് നമ്പറിൻ്റെ എം വെച്ച് തുടങ്ങുന്നതിനെ പറ്റി ചിന്തിക്കാതെ അറ്റോമിക് നമ്പറിനെ പറ്റി നമ്മൾ ആദ്യം ചിന്തിക്കണം. നമുക്കൊരു കൺഫ്യൂഷൻ വന്നാൽ മാത്രമേ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചാലാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അറ്റോമിക് നമ്പറിനെ ആലോചിക്കുക. അറ്റോമിക് നമ്പറിൻ്റെ സിമ്പിൾ എയും ഇസഡും ആണെന്ന് നമുക്കറിയാം സിമ്പിൾ. അറ്റോമിക് നമ്പറിൻ്റെ എ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ ആരല്ല, എ അല്ല. ആരാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ആരാണ്, ഇസഡ് ആണ്. അറ്റോമിക് നമ്പറിൻ്റെ സിമ്പിൾ ആരാണ്, ഇസഡ് ആണ്. എന്നാൽ മാസ് നമ്പറിൻ്റെ സിമ്പിൾ ആരാണ്, എ ആണ്. മാസ് നമ്പറിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്, പ്രോട്ടോണും ന്യൂട്രോണിൻ്റെ എന്ത് വരുന്നുണ്ട്, സമ്മ് വരുന്നുണ്ട്. രണ്ടും കൂടെ കൂട്ടി വരുന്നതാണ് ആര്, മാസ് നമ്പർ. എന്നാൽ പ്രോട്ടോൺ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതാരാവും, അറ്റോമിക് നമ്പറായിട്ട് മാറും. നിങ്ങൾ നോക്കിയേ, ഈ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം ആരായിരിക്കും, എപ്പോഴും എൻ ആയിരിക്കും അല്ലേ. ഓക്കെ, ഇവിടെ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടിയതാണ് ആദ്യത്തേൽ. പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് മാസ് നമ്പർ കിട്ടുന്നത്. താഴത്തേൽ പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ നമുക്ക് ആര് കിട്ടും, ന്യൂട്രോണിൻ്റെ എണ്ണം എന്ത് ചെയ്യും, കിട്ടും. അതൊരു നൈസ് ഫാക്റ്റാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. മാസ് നമ്പറിൽ നിന്ന് നമ്മൾ അറ്റോമിക് നമ്പർ കുറച്ചാൽ, മാസ് നമ്പറായ എയിൽ നിന്ന് അറ്റോമിക് നമ്പറായ ഇസഡ് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന സാധനം ആരായിരിക്കും, ന്യൂട്രോണിൻ്റെ എണ്ണമായിരിക്കും. ഓക്കെ അല്ലേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഓർത്ത് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. മാസ് എന്ന് പറയുമ്പോൾ കണ്ടോ, മാസ് ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ മാസിനാണ് നമ്മൾ മസിലിനൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയില്ലേ. ഓക്കെ, മാസ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. ആ ഒരു മാസിൻ്റെ അകത്താണ് ഈ രണ്ട് സാധനങ്ങളും ഉള്ളതെന്ന് ആലോചിച്ചാൽ മതി, പ്രോട്ടോണും
ന്യൂട്രോണോ. മറ്റതിൽ ആര് മാത്രമേ ഉള്ളൂ? പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടുപിടിക്കാനുള്ള ആരാണ് എപ്പോഴും? ന്യൂട്രോണിനെ കണ്ടുപിടിക്കേണ്ടി വരും എപ്പോഴും. എന്താണ്? വലുതിൽ നിന്ന് ചെറുത് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതിയാവും. ഓക്കെ, അടുത്തതിലോട്ട് നോക്കിയേ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എല്ലാ ടൈപ്പിലും എപ്പോഴും എന്ത് ചെയ്യാം? വരാം. R എന്നത് ഒരു മൂലകത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു പ്രതീകം തന്നിട്ട് ഇതിൻ്റെ അറ്റോമിക് നമ്പർ ചോദിക്കാം, മാസ് നമ്പർ ചോദിക്കാം, ന്യൂട്രോൺ എന്ത് ചെയ്യാം, ന്യൂട്രോണിൻ്റെ എണ്ണം എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക, മാസ് നമ്പർ എന്നുള്ളത് ടോപ്പിലുള്ളതാണ്. മാസ് നമ്പർ എന്നുള്ളത് ടോപ്പിലുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ മാസ് നമ്പർ ആരാ? ഇതാണ് മാസ് നമ്പർ. മാസ് നമ്പർ എന്ന് പറയുമ്പം സിമ്പിൾ ഏതാ? എ ആണ് മാസ് നമ്പറിൻ്റെ സിമ്പിൾ. ഇവിടുത്തെ മാസ് നമ്പർ എത്രയാ? 35. ഓക്കെ, താഴെയുള്ള ബോട്ടത്തിലുള്ള ആരായിരിക്കും അപ്പോൾ ആര്? മാസ് നമ്പർ കഴിഞ്ഞാൽ പിന്നെ ഏത് നമ്പറും കൂടെ ഉള്ളൂ? അറ്റോമിക് നമ്പർ. ഇവിടെ എഴുതിയിട്ടുണ്ട്, ബോട്ടത്തിലുള്ളതാരാണ്? അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിൻ്റെ സിമ്പിൾ ആരാ? Z. നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ആ പ്രതീകങ്ങൾ അറിയാമേ? എ മുതൽ Z വരെ നമ്മൾ ഇങ്ങനെയല്ലേ എഴുതണം? ABCD. താഴെയല്ലേ Z വരൂ, മുകളിലല്ലേ എ വരൂ. അപ്പോൾ എ എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? അറ്റോമിക് നമ്പറിൻ്റെയാണോ? അല്ല, അതിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്കറിയാം, മാസ് നമ്പറിൻ്റെതാണ്. അപ്പോൾ മാസ് നമ്പർ മുകളിലും അറ്റോമിക് നമ്പർ താഴെ. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ പ്രതീകത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഇതെന്ത് ചെയ്യാൻ പറ്റും? കിട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ എഴുതുമ്പോൾ ABCD എന്ന് നമ്മൾ എഴുതി വരുമ്പോൾ എ മുകളിലും Z താഴെയാണ് വരുന്നത്. എ എന്നുള്ളത് ഏതിൻ്റെ പ്രതീകമാണ്? മാസ് നമ്പർ. അപ്പോൾ മുകളിൽ വരുന്ന ആരാ? ഏറ്റവും ടോപ്പിൽ എഴുതിയിരിക്കുന്ന നമ്പർ ഏതാ? മാസ് നമ്പർ. ഏറ്റവും താഴെ എഴുതിയിരിക്കുന്ന നമ്പർ ഏതാ? അതിൻ്റെ അറ്റോമിക് നമ്പറാണ്. ഇനി ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിലെ മാസ് വലുതിൽ നിന്ന് ചെറുത് എന്ത് ചെയ്താൽ മതിയാവും? കുറച്ചാൽ മതിയാവും. മാസ് നമ്പറായ എയിൽ നിന്ന് അറ്റോമിക് നമ്പറായ Z എന്ത് ചെയ്താൽ മതി? കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രോണിൻ്റെ എണ്ണം എന്ത് ചെയ്യും? കിട്ടും. സിമ്പിളാണ്. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കുറച്ച് എക്സാമ്പിൾസൊക്കെ പഴയതിനൊക്കെ നോക്കി എന്ത് ചെയ്താൽ മതി? ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഷെല്ലും സബ് ഷെല്ലും. ഇനി ഷെല്ലിനെ പറ്റി പഠിക്കാൻ നമ്മൾ ഈ ചിത്രത്തിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിട്ടേൺ വരാം. ഇത് നമ്മൾ പറഞ്ഞ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നുള്ള ചിത്രത്തിൽ നിന്നാണ്. ഇപ്പോൾ ഷെല്ലിനെ പറ്റി പഠിക്കുന്നത് ഇതാണ് ഷെല്ല്. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഈ ഒരു പാത്തിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു ഇലക്ട്രോണുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഷെല്ല് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. എത്ര ഷെല്ലുകളുണ്ട്? ഒരുപാട് ഷെല്ലുകളുണ്ട്. നമ്മൾ നോർമലി ഏതൊക്കെ പഠിക്കുന്നുണ്ട്? K ഉണ്ട്, L ഉണ്ട്, M ഉണ്ട്, N ഉണ്ട്. ഓക്കെ അല്ലേ? ആദ്യത്തത് K. അപ്പോൾ കെയിൽ എനർജിയെക്കാളും എനർജി എവിടെ കാണും? Lൽ കാണും. അതിനേക്കാളും എനർജി എവിടെ കാണും? Mൽ കാണും. അതിനേക്കാളും എനർജി അടുത്ത് വരുന്ന ഓർബിറ്റിൽ കാണും. ഓക്കെ, എനർജി പുറത്തോട്ട് പോകും തോറും എനർജി എന്ത് ചെയ്ത് വരും? ഓരോ ഷെല്ലിലെ എനർജി കൂടി വരും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ന്യൂക്ലിയസ് ആയിട്ടുള്ള അട്രാക്ഷൻ്റെ കാര്യം എങ്ങനെയാണ്? അടുത്തുള്ള സാധനത്തിനെ ന്യൂക്ലിയസ് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എനർജി കുറവാണെങ്കിൽ പോലും ന്യൂക്ലിയസ് ആയിട്ടുള്ള അട്രാക്ഷൻ അകത്തുള്ള ഷെൽസിന് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു ഷെല്ലിനേക്കാളും രണ്ടാമത്തെ ഷെല്ലിനേക്കാളും അട്രാക്ഷൻ കൂടുതൽ ഒന്നാമത്തെ ഷെല്ലിനായിരിക്കും. കാര്യം മനസ്സിലായോ? അടുത്തടുത്തോട്ടിരിക്കും തോറും അട്രാക്ഷൻ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ അകത്തകത്തുള്ള ആൾക്കാർക്ക് അട്രാക്ഷൻ കൂടുതലായിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് എനർജിയുടെ കാര്യത്തിൽ. അകത്തകത്തോട്ട് വരുമ്പോൾ എനർജി എന്ത് ചെയ്ത് വരും? കുറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? എനർജിയുടെ കാര്യം പറഞ്ഞു. എനർജിയുടെ കാര്യം പുറത്ത് ഷെല്ലിൽ നിന്ന് അകത്ത് ഷെല്ലിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? എനർജി കുറയുന്നു. എനർജി കുറയുന്നു. ഇവിടെ നമ്മൾ കുറയുന്നതിന് ഡിക്രീസ് എന്നുള്ള സിമ്പിൾ ഇടുന്നു, കുറയുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്തോ പറഞ്ഞു? എനർജി അല്ലാതെ എന്തോ പറഞ്ഞു? അട്രാക്ഷൻ്റെ കാര്യം പറഞ്ഞു. അട്രാക്ഷൻ്റെ കാര്യമാണെങ്കിലോ പുറത്ത് നിന്ന് അകത്തോട്ട് വരുമ്പോൾ അട്രാക്ഷൻ എന്ത് ചെയ്ത് വരും? കൂടി വരും. അപ്പോൾ എനർജിയിലെ അട്രാക്ഷനും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. എനർജി കൂടുമ്പോൾ അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറയും. അങ്ങനെ പഠിച്ചാലും മതി. കാര്യം എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പം നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഓരോ ഷെല്ലിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഓരോ വീട്ടിലും ഇപ്പോൾ 2 കട്ടിലേ ഉള്ളൂ. അപ്പോൾ അവിടെ മാക്സിമം എത്ര പേര്? 4 പേര് കിടക്കാമെന്ന് പറയില്ലേ? അപ്പോൾ അതുപോലെ ഓരോ സ്ഥലത്തും ഓരോ ഷെല്ലിൻ്റെ ഓരോ പ്ലേസിലും ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണത്തിന് ഒരു കണക്കുണ്ട്, അത്രയേ ഉള്ളൂ. K എന്നുള്ള ഷെല്ലിൻ്റെ അകത്ത് മാക്സിമം എത്ര പേരെ ഇരിക്കത്തുള്ളൂ? 2 പേരെ ഇരിക്കത്തുള്ളൂ. Lൻ്റെ അകത്ത് എത്ര പേരെ ഇരിക്കത്തുള്ളൂ? 8 പേരെ ഇരിക്കത്തുള്ളൂ. Mൻ്റെ അകത്ത് 18 പേര്, Nൻ്റെ അകത്ത് 32 പേര് വരെ എന്ത് ചെയ്യാം? ഇരിക്കാം. അപ്പോൾ ഓരോ ഷെല്ലിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക എണ്ണമുണ്ട്. Kയുടെ അകത്ത് 2 പേരെ ഇരിക്കൂ, Lൻ്റെ അകത്ത് 8 പേർക്ക് ഇരിക്കാം, Mൻ്റെ അകത്ത് 18 പേർക്ക് ഇരിക്കാം, Nൻ്റെ അകത്ത് 32 പേർക്ക് എന്ത് ചെയ്യാം? ഇരിക്കാം. അപ്പോൾ ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വയ്ക്കണം. ഒന്നുകൂടെ പറയാം. Kയുടെ അകത്ത് എത്ര പേരെ ഇരിക്കൂ? 2 പേരെ ഇരിക്കൂ. Lൻ്റെ അകത്ത് 8 പേർക്ക് ഇരിക്കാം, Mൻ്റെ അകത്ത് 18 പേർക്ക് ഇരിക്കാം, Nൻ്റെ അകത്ത് എത്ര പേർക്ക് ഇരിക്കാം? 32 പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെല്ലിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റും.
ഓക്കെ അല്ലേ? അപ്പോൾ ഓരോ ഷെല്ലിൻ്റെ അകത്തും എന്തുണ്ട്? സബ് ഷെല്ലുകളുണ്ട്. ഓരോ സെല്ലിൻ്റെ അകത്തും എന്തുണ്ട്? സബ് ഷെല്ലുകളുണ്ട്. ഓക്കെ, സബ് ഷെല്ലിൻ്റെ അകത്തും സബ് ഷെല്ലിൻ്റെ അകത്തും വഴി കാണുമല്ലോ. ഇപ്പോൾ ഓരോ വീട്ടിൻ്റെ അകത്തും ഓരോ എന്തുണ്ട്? മുറികളുണ്ട്. മുറിക്കകത്ത് ഓരോ കട്ടിലില്ലേ? ഓക്കെ, അപ്പോൾ ഈ മുറിക്കകത്ത് ഒരു കട്ടിലേ ഉള്ളൂ. അപ്പോൾ ഒരു കട്ടിൽ ഇപ്പോൾ മാക്സിമം എത്ര പേരെ കിടക്കാൻ പറ്റും? 2 പേരെ കിടക്കാൻ പറ്റൂ. ഓക്കെ, അങ്ങനെ പറയും പോലെ ഏതൊക്കെയാണ്? നമ്മളൊരു വീട് പറഞ്ഞു, ആ വീടാണ് ഷെല്ല്. വീടിൻ്റെ അകത്ത് ഓരോ മുറിയും ആരാണ്? സബ് ഷെല്ലാണ് എന്ന് എന്ത് ചെയ്യുക? കണക്കാക്കുക. അപ്പോൾ സബ് ഷെല്ലുകളെ പറ്റി പഠിക്കാം. സബ് ഷെല്ലുകൾ 4 ഉണ്ട്. എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. എത്ര സബ് ഷെല്ലുണ്ട്? എസ്, പി, ഡി, എഫ്. ഈ സബ് ഷെല്ലുകളെ പറ്റി പഠിക്കുമ്പോൾ ഇതിൻ്റെ 2 സാധനങ്ങളുടെ ഷേപ്പുകൾ വരെ എന്ത് ചെയ്തിട്ടുണ്ട്? PSC ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സബ് ഷെല്ലായ എസിൻ്റെ ഷേപ്പ് ഗോളാകൃതിയാണ്. ഇതെന്ത് ചെയ്യാം? ചിലപ്പോൾ എന്ത് ചെയ്യാം? ചോദിച്ചെന്നിരിക്കാം. രണ്ടാമത്തെ സബ് ഷെല്ലായ പീയുടെ ഷേപ്പ് ഇതാ ഈ ഷേപ്പാണ്. ഇതിനെ പറയുന്നൊരു പേരുണ്ട്, ഡംബലിൻ്റെ ഷേപ്പ് എന്ന് പറയും. നമ്മൾ മസിലൊക്കെ വരാൻ വേണ്ടി എടുത്ത് കളിക്കൂലേ, ഡംബൽ, അതിൻ്റെ ഷേപ്പാണ്. ഈ താഴോട്ടുള്ള രണ്ടിൻ്റെയും ഷേപ്പ് ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വലുതായിട്ട് കെമിസ്ട്രിയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡബിൾ ഡംബൽ എന്ന് പറയുന്നത് 2 ഡംബലൊക്കെ കയറി വരുന്ന ഷേപ്പാണ് ഡി എന്നൊക്കെ പറയുന്നത്. അതിനെപ്പറ്റി നമുക്കിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും സാധനം എന്താ ബ്ലാങ്ക് ആയതൊന്നും വേണ്ട. എസും പിയും മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ മതി? പഠിച്ചാൽ മതി. എസിൻ്റെ ഷേപ്പ് ഗോളാകൃതി, പിയുടെ ഷേപ്പ് ഡംബലിൻ്റെ ആകൃതി. ഇനി ഇതെങ്ങനെ ഇതെല്ലാം ഓരോ കൊച്ചു മുറികളല്ലേ? ഇത് ഓരോ വീട്ടിൻ്റെ അകത്ത് KLMN എന്നുള്ള വീട്ടിൻ്റെ അകത്ത് ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് അറിയണ്ടേ? പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. ഇപ്പോൾ എസിൻ്റെ അകത്ത് കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ഓരോ ഷെല്ലിൻ്റെ അകത്ത് കൊള്ളാൻ പറ്റുന്ന മുറികളുടെ എണ്ണം ഞാൻ പറഞ്ഞില്ല. ഓരോ ഷെല്ലിൻ്റെ അകത്ത് കുറേ മുറികളുണ്ടോ എന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഓരോ മുറികളുടെ അകത്ത് ഓരോ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ ഒരു കൊള്ളം പോലെ അതിനകത്ത് ഒരു എണ്ണം ഉണ്ട്. കൊച്ചു മുറിക്കകത്ത് ഒരു എണ്ണം ഉണ്ട്. എസിൻ്റെ അകത്ത് 2 എണ്ണേ കൊള്ളുള്ളൂ. പിക്കകത്ത് ഇലക്ട്രോൺ എത്ര എണ്ണം കൊള്ളും? 6 എണ്ണം കൊള്ളും. ഡിക്കകത്ത് 10 എണ്ണം കൊള്ളും. എഫിനകത്ത് 14 എണ്ണം കൊള്ളും. ഇതെങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞുതരാം. നോക്കിയേ, കെ എന്നുള്ള ഷെല്ലിൻ്റെ അകത്ത് എത്ര സബ് ഷെല്ല് കാണുമെന്നാണ് നമ്മുടെ ചോദ്യം. കെക്കകത്ത് എത്ര ഇലക്ട്രോണേ കൊള്ളും? 2 ഇലക്ട്രോൺ. അപ്പോൾ അത് ഏറ്റവും ചെറിയ സബ് ഷെല്ലായ എസ് ആണ്. ഇതാ ഇങ്ങോട്ടാണ് സൈസ് കൂടുന്നത്. എസിന് ചേർത്ത് കുറച്ചുകൂടെ വലുത് പി, കുറച്ചുകൂടെ വലുത് ഡി, അതിനെക്കാട്ടി വലുത് എഫ്. ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കെക്കകത്ത് 2 എണ്ണേ കൊള്ളുള്ളൂ. അപ്പം നമുക്ക് എസ് എന്നുള്ള സബ് ഷെല്ലിനെ ആദ്യം നമ്മൾ എടുത്തു. എന്നിട്ട് എത്ര ഇലക്ട്രോണിനെ നിറച്ചു? 2 ഇലക്ട്രോണിനെ നിറച്ചു. അപ്പോൾ ഏത് സബ് ഷെല്ല് അവിടെ വന്നു? എസ് എന്നുള്ളൊരു സബ് ഷെല്ല് വന്നു. ഇനി അടുത്ത് 2 ഇലക്ട്രോൺ നിറച്ചു. അടുത്ത സബ് ഷെൽ ആരാ? പി എടുക്കണോ? വേണ്ട. കാരണം ഇവിടെയുള്ള കെയിലുള്ള 2 ഇലക്ട്രോണും ആരുടെ അകത്ത് നിറഞ്ഞു? എസിൻ്റെ അകത്ത് നിറഞ്ഞു. അപ്പോൾ കെ എന്നുള്ള ഷെല്ലിനകത്ത് എത്ര സബ് ഷെല്ലുണ്ട്? ഒരു സബ് ഷെല്ലേ ഉള്ളൂ. അത് ആരാണ്? എസ് ആണ്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? എല്ലിൻ്റെ അകത്താണെങ്കിലോ നോക്കിയേ, നമ്മൾ ആദ്യം എസിനെ എടുത്തു. എസിൻ്റെ അകത്ത് എത്ര ഇലക്ട്രോൺ കൊള്ളുമെന്ന് പറഞ്ഞു? 2 ഇലക്ട്രോൺ കൊള്ളുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ 2 ഇലക്ട്രോൺ നമ്മൾ ഇതിനകത്ത് നിറച്ചു എന്ന് വിചാരിക്കാം. 2 ഇലക്ട്രോൺ ഇതിനകത്ത് എന്ത് ചെയ്തു? നിറച്ചു. ഓക്കെ, ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 എണ്ണം നിറയുമല്ലേ എല്ലിൻ്റെ അകത്ത്? ഇനി എത്ര? 6 ഇലക്ട്രോൺ ഇനി ഇതിനകത്ത് എന്ത് ചെയ്യാം? നമുക്ക് നിറയ്ക്കാം. അപ്പോൾ അടുത്ത സബ് ഷെൽ എടുക്കണ്ടേ? ഏത് സബ് ഷെൽ? പി സബ് ഷെൽ എടുക്കണം. എങ്കിൽ അതിൻ്റെ അകത്ത് എത്ര ഇലക്ട്രോൺ കൊള്ളും? 6 ഇലക്ട്രോൺ. ഇവിടുത്തെ എസിൻ്റെ അകത്ത് എത്ര ഉണ്ട്? 2 മുകളിലത്തെ. ഓക്കെ, അപ്പം ഇവിടെ ഏതൊക്കെ സബ് ഷെല്ലുണ്ട്? എസ്സും ഉണ്ട്, ആരും ഉണ്ട്? പിയും ഉണ്ട്. എസിൻ്റെ അകത്ത് 2 എണ്ണം കൊള്ളും, പിക്കകത്ത് എത്ര എണ്ണം കൊണ്ടു? 6 എണ്ണം കൊണ്ടു. അപ്പോൾ ഇവിടെ ആണെങ്കിലോ എസിൻ്റെ അകത്ത് 2 എണ്ണം കൊണ്ടു. എന്നിട്ട് നമുക്ക് മതിയായോ? ഇല്ല, ഇനിയും ഉണ്ട്. പിക്കകത്ത് 6 എണ്ണം കൊണ്ടു. അപ്പോൾ എത്ര എണ്ണമായി? 8 എണ്ണമായി. ഇനിയും എത്ര എണ്ണം ഉണ്ട് ബാക്കി? ഇവിടെ എം എന്നുള്ള ഷെല്ലിൻ്റെ അതിന് എത്ര എണ്ണം ഉണ്ട്? 18 പേരുണ്ട്. അല്ല, 10 പേരും കൂടെ ഉണ്ട്. അല്ലേ, 6 2 8 ഇനിയും 10 പേരുണ്ട്. അപ്പോൾ അടുത്ത സബ് ഷെൽ എടുക്കണം. ഏത് സബ് ഷെല്ല്? ഡി എന്നുള്ള സബ് ഷെല്ല്. അതിൻ്റെ അകത്ത് എത്ര പേര് കൊള്ളും? 10 പേര്. ഓക്കെ, അതുപോലെ അവസാനത്തിൽ അപ്പോൾ എത്ര ആയിരിക്കും? എസ്, പി, ഡി. ഇത്ര ആകുമ്പോൾ തന്നെ 18. ഇനി അടുത്ത് ആരും കൂടെ എടുക്കണം? എഫും കൂടെ. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് വേണ്ട. ലാസ്റ്റ് വരി നമുക്ക് വേണ്ട. ഈ ഒരു 3 വരി നിങ്ങൾ ആലോചിച്ചാൽ മതി. കെ എന്നുള്ള ഷെല്ലിനകത്ത് എത്ര സബ് ഷെല്ലുണ്ട്? 1 എണ്ണം. എൽ എന്നുള്ള ഷെല്ലിനകത്ത് എത്ര സബ് ഷെല്ലുണ്ട്? 2 എണ്ണം. എസും പിയും. എം എന്നുള്ള ഷെല്ലിനകത്ത് എത്ര സബ് ഷെല്ലുണ്ട്? 3 എണ്ണം. എസും പിയും ഡിയും. ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. ഓരോ വീടും ഓരോ ഷെല്ല്, ഓരോ മുറിയും ഓരോ സബ് ഷെല്ല്, ഓരോ വീട്ടിനകത്തും കഴിയാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം ഉണ്ട്. അതല്ലാതെ ഓരോ വീട്ടിലെ ഓരോ മുറിക്കകത്തും കഴിയാൻ പറ്റുന്ന ആൾക്കാർക്കും എണ്ണം ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ എണ്ണങ്ങളെല്ലാം ഇട്ടത്. ഓക്കെ, കെ എന്നുള്ള വീട്ടിനകത്ത് 2 പേർക്ക് താമസിക്കാൻ പറ്റുള്ളൂ. മീൻസ് അതിനകത്ത് എത്ര മുറിയുള്ളൂ? ആദ്യത്തെ സബ് ഷെൽ എന്നുള്ള എസ് എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. എൽ എന്നുള്ള വീട്ടിനകത്ത് 8 പേർക്ക് താമസിക്കാം. അപ്പോൾ ഒരു മുറി മതിയാവും 8 പേർക്ക് താമസിക്കാം? അല്ല, ഈ എസ് എന്നുള്ള വീട്ടിൽ എസ് എന്നുള്ള മുറിക്കകത്ത് എത്ര പേർക്ക് താമസിക്കാൻ പറ്റൂ? 2 പേർക്ക്. അപ്പോൾ ഒരു എസ് എന്നുള്ള മുറി അവിടെ ഉണ്ട്. പിന്നെ അടുത്ത ഒരു മുറിയും കൂടി എടുക്കണം. ഏത് മുറി? ആ പി എന്നുള്ള മുറി എടുക്കണം. കാരണം പി എന്നുള്ള മുറിയിലേ 6 പേർക്ക് താമസിക്കാൻ പറ്റുള്ളൂ. ആ പി എന്നുള്ള മുറി കൂടി എടുക്കുമ്പോൾ തന്നെ എൽ എന്നുള്ള വീട്ടിനകത്തുള്ള ആൾക്കാർക്കെല്ലാം ജീവിക്കാനുള്ള മുറികൾ അവിടെ ആയി.
അങ്ങനെ അങ്ങനെ ഓരോന്ന് ഇത് എടുക്കുമ്പോഴാണ് ഒരു ഷെല്ലും അതിനകത്ത് ഇന്ന സബ് ഷെല്ലുകളും വരുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത് കേട്ടിട്ട് മനസ്സിലാവാത്ത എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് ഞാൻ എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് നിങ്ങൾക്ക് അതൊന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുന്നുള്ളൊരു 3 പോയിൻ്റാക്കി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം നോക്കിയേ, പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ചേരുമ്പോൾ ന്യൂക്ലിയോൺ ഉണ്ടാകുന്നു. അപ്പോൾ ന്യൂക്ലിയോൺ ഉണ്ടാകുവാൻ പ്രോട്ടോൺ അല്ലാതെ മറ്റേത് കണമാണ് സഹായിക്കുന്നതെന്ന് ചോദിക്കാം. ഏതാണ്? ന്യൂട്രോണാണ്. ഏതാണ്? ന്യൂട്രോണാണ്. പ്രോട്ടോണും ന്യൂട്രോണും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന കണമാണ് ആര്? ന്യൂക്ലിയോൺ. അപ്പോൾ അതെന്ത് ചെയ്യുക, പഠിക്കുക. ഇത് ന്യൂക്ലിയസിൻ്റെ അകത്തായിരിക്കും ന്യൂക്ലിയോൺ ഉള്ളത്. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. ആറ്റത്തിൻ്റെ വലിപ്പം ഇവിടെ ആറ്റത്തിൻ്റെയാണ് കേട്ടോ. ആറ്റത്തിൻ്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ 10⁵5 മടങ്ങ് വലുതാണ്. അപ്പം ന്യൂക്ലിയസിൻ്റെക്കാളും 10⁵5 മടങ്ങ് വലുതായിരിക്കും ആ ആറ്റത്തിൻ്റെ വലിപ്പം. ഓക്കെ, ന്യൂക്ലിയസ് നടുക്കുള്ള ആ ഒരു പോസിറ്റീവ് ചാർജുള്ള പോയിൻ്റാണ്. അതിൻ്റെക്കാളും 10⁵5 മടങ്ങ്. 10⁵5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 2 3 4 5 എത്രയായി? ഒറ്റ 10 100 1000 10000 ലക്ഷം. ആ ഒരു ന്യൂക്ലിയസിൻ്റെ സൈസിനേക്കാളും 1,00,000 മടങ്ങ് വലുതായിരിക്കും ആ ഒരു ആറ്റം എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇത് ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആയത് ഓർത്ത് വയ്ക്കുക, ഇത് കളയരുത്. ന്യൂക്ലിയസിൻ്റെ സൈസിനേക്കാളും 10⁵5 മടങ്ങ് വലുതാണ് ആറ്റത്തിൻ്റെ സൈസ്. അതടങ്ങിയിരിക്കുന്ന ആറ്റത്തിൻ്റെ സൈസ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ. ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം. ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതത ഇതായിരിക്കും 1836:1. ഓക്കെ, 1836 പ്രോട്ടോൺ എടുത്ത് വെച്ചാലേ ഒരു ഇലക്ട്രോണിന് എന്താവുള്ളൂ, തുല്യമാവുള്ളൂ. അങ്ങനെയാണ്? അല്ല. അവരുടെ എന്താണ്, മാസുകൾ തമ്മിലുള്ള അനുപാതമാണ് ചോദിച്ചത്. ഓക്കെ, 1836:1 എന്നുള്ള അനുപാതത്തിലാണ് അവരുടെ മാസുകൾ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഹാഫ് വാ പ്രിൻസിപ്പിൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. സബ്ഷെല്ലിൽ വച്ച് നമുക്ക് എങ്ങനെ പീരീഡ്, ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാമെന്നും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് എങ്ങനെ എഴുതാമെന്നും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്നും കൂടെ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്നുള്ള ടോപ്പിക്കിലെ കംപ്ലീറ്റ് കാര്യങ്ങളാവുകയാണ്. അപ്പോൾ ആ ഒരു ചെറിയ ക്ലാസ് കൂടെ അടുത്ത ക്ലാസ്സിൽ ആ ഒരു ക്ലാസ് കൂടെ ആകുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് തീരുന്നു. നിങ്ങളെല്ലാവരും നല്ല രീതിയിലാണ് പഠിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പഠിത്തത്തിന് മടുപ്പ് കാണിക്കുന്നു എന്ന് സ്വയം തോന്നുന്നവർക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠിത്തം കുറച്ചുകൂടി ഊർജിതമാക്കാൻ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്നത് നല്ല രീതിയിലുള്ള കമ്പാരിസൺ നല്ലതാണ്. എന്താണ്, എല്ലാവരും പഠിക്കായിരിക്കും, നമ്മളും പഠിക്കണം, ആ ഒരു രീതിയിൽ കമ്പാരിസൺ. അല്ലാതെ നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക, OMR ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളിലോട്ട് എന്ത് ചെയ്യുക, പോവുക. കുറച്ച് കാലം, ഒരു 2 3 4 മാസം കൂടെ കഴിയുമ്പോൾ 3 മാസം കൂടെ കഴിയുമ്പോൾ നമ്മൾ ഒന്നാമത്തെ പരീക്ഷ വരെ. അപ്പോൾ ഇനി കുറച്ച് കാലത്തേക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പഠിക്കുക. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് 3 മാസം നിങ്ങൾ മാറ്റി വെച്ചാൽ നിങ്ങളുടെ 3 വർഷമെന്നല്ല, നിങ്ങളുടെ ആയുഷ്കാലം മൊത്തം നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജീവിതം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.